ഭക്ഷ്യവിഷബാധയേറ്റ് പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളെ എ.സി. മൊയ്തീൻ എം.എൽ.എ സന്ദർശിച്ചു. നിലവിൽ 22 കുട്ടികളാണ് അൻസാർ ആശുപത്രിയിലുള്ളത്. ഇന്നു രാവിലെ 2 കുട്ടികൾ കൂടി ചികിത്സ തേടി ആശുപത്രിയിലെത്തിയിട്ടുണ്ട്. അൻസാർ ആശുപത്രിക്ക് പുറമെ കുന്നംകുളം, ചങ്ങരംകുളം എന്നിവിടങ്ങളിലെ ആശുപത്രികളിലും ചികിത്സ തേടി വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട്. ഡോക്ടർമാരുമായി ചർച്ച ചെയ്ത് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തിയ ശേഷമാണ് എം.എൽ.എ സ്കൂളിലെത്തിയത്. സ്കൂൾ അധികൃതരുമായി പ്രശ്നത്തിന്റെ ഗൗരവം ചർച്ച ചെയ്യുകയും അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികൾ നിർദ്ദേശിക്കുകയും ചെയ്തു. സ്കൂളിലെ കിണറിലെ വെള്ളത്തിൽ നിന്നാണ് രോഗം പടർന്നത് എന്നാണ് പ്രാഥമിക നിഗമനം. എത്രയും പെട്ടെന്ന് കിണർ വെള്ളം പരിശോധന നടത്താനും ഫലം വരുന്നതുവരെ ആശുപത്രിയിലുള്ളവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സ്കൂൾ മാനേജ്മെന്റിനെ ചുമതലപ്പെടുത്തി. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും ജില്ലാ മെഡിക്കൽ സെന്ററിൽ നിന്നും വിദഗ്ധ സംഘത്തെ എത്തിച്ച് കൂടുതൽ പേർക്ക് അസുഖം ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സ്കൂളിൽ ക്യാമ്പ് നടത്താനും എം.എൽ.എ നിർദ്ദേശിച്ചു. അൻസാർ സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ് നിരവധി ആളുകളെ വിവിധ ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ചിലർ ഔട്ട് പേഷ്യൻ്റായി പരിശോധന നടത്തി പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അൻസാറിൻ്റെ തന്നെ ഒരു സഹോദര സ്ഥാപനമായ ആശുപത്രിയിൽ അൻസാർ ഹോസ്പിറ്റലിൽ 22 കുട്ടികളുണ്ട്. ഇന്ന് രാവിലെയും ചിലർ വരുന്നുണ്ട്. മുൻപ് ചെറിയ കുട്ടികൾക്കാണ് ഇത് കണ്ടിരുന്നതെങ്കിൽ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ കൂടുതൽ കുട്ടികൾക്ക് ഇത് കണ്ടിരുന്നു. വയറുവേദന, ഛർദി, പനി, പിന്നെ ലൂസ് മോഷൻ, ഇതാണ് ഈ കുട്ടികളുടെ പൊതുവായ ലക്ഷണം കാണുന്നത്. അപ്പോൾ അതിൻ്റെ ലാബ് പരിശോധന കഴിഞ്ഞൊരു കൃത്യമായ എന്തിൽ നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളതെന്ന് കാണണം. ഒരു ഊഹം പറയുന്നു ഇവിടുത്തെ വെള്ളത്തിൽ നിന്നാണ് അത് ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യം ഉൾപ്പെടെ പരിശോധിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനോട്, അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിനോട്, ജില്ലാ കളക്ടറോട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം കൂടി ചേർന്നൊരു പരിശോധന നടത്തി ഇത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനും ഇപ്പോൾ ചികിത്സ ആവശ്യമുള്ള മുഴുവൻ കുട്ടികൾക്കും ചികിത്സ ഉറപ്പാക്കാനുമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരിൽ നിന്ന് പണം ഈടാക്കരുതെന്നും മറ്റാശുപത്രിയിൽ ചികിത്സ തേടിയവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകണമെന്നും എം.എൽ.എ നിർദ്ദേശിച്ചു. 5000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ ആരോഗ്യ വിഭാഗവും പഞ്ചായത്ത് അധികൃതരും നിർദ്ദേശിച്ച പല പ്രവൃത്തികളും നടത്തിയിട്ടില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധികളും ആരോപണമുന്നയിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന ഡി-സോൺ കലോത്സവത്തിൽ 6000-ഓളം പേർ പങ്കെടുത്ത വിവരം പഞ്ചായത്തിനെ സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചില്ലെന്നും ഇവർ പറഞ്ഞു. പ്രശ്നത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികൾ ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സ്കൂൾ മാനേജ്മെന്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇന്നുതന്നെ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് എം.എൽ.എ പറഞ്ഞു. ചികിത്സ ലഭ്യമാക്കേണ്ട ആളുകൾ സ്കൂളോ പഞ്ചായത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അതിനാവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയും. ജില്ലാ കളക്ടറും DMOയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ DDയും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിൻ്റെ വസ്തുത പരിശോധിച്ച് മാനേജ്മെൻറ്റുമായും അതുപോലെ തന്നെ പഞ്ചായത്തും മറ്റെല്ലാവരുമായിട്ട് ആലോചിച്ച് ആവശ്യമായ നടപടികൾ തുടർന്ന് സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മോശപ്പെട്ട ഒരു സാഹചര്യമാണ് ഇതിലുണ്ടായിട്ടുള്ളത് എന്നുള്ള വസ്തുതയാണ്. പക്ഷെ വന്ന പ്രശ്നങ്ങളെ നേരിടാൻ സർക്കാർ പൂർണ്ണമായി പിന്തുണ നൽകും. രക്ഷിതാക്കളുടെ, കുട്ടികളുടെ അവരുടെ ആരോഗ്യ പ്രശ്നം വളരെ ഗൗരവപൂർവ്വം തന്നെ കണ്ട് ആവശ്യമായ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM നൌഷാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഘോഷ് പൂവത്തിങ്കൽ, അജിത് കുമാർ, SC/ST കമ്മീഷൻ അംഗം TK വാസു, കേരള ബാങ്ക് ബോർഡ് മെമ്പർ M ബാലാജി, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരും MLA-ക്കൊപ്പമുണ്ടായിരുന്നു.